ഹലോ ഗൈസ്, നമ്മളിന്ന് ഷോപ്പിൽ പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അത് കാണിച്ചു തരാം. ഞാൻ സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്നോ ഇപ്പം അവിടെ സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളുള്ളതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ, എനിക്ക് ആവശ്യമുള്ള കവായ് സ്റ്റിക്കറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കുള്ളത് കാണിക്കാം. ഇതാണ്ട് ഗൈസ്, ഇതൊക്കെയാണ്. ഫസ്റ്റ് ഞാനൊരു ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു ജേർണലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഈസിഡ് കഴിഞ്ഞിട്ടാണ് ഗൈസ് പ്രൈസ്. പിന്നെ ഞാൻ എനിക്ക് തിന്നാനായിട്ടൊരു കിറ്റ്കാറ്റ് വാങ്ങിച്ചു. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ഗ്ലൂ വാങ്ങിച്ചു. പക്ഷേ അതെപ്പോഴും ഞാൻ എപ്പോൾ കടയിൽ പോയാലും വാങ്ങിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഒരു വാഷി ടേപ്പ് വാങ്ങിച്ചു. ഈ ഒരു പ്രിൻ്റുള്ളൊരു വാഷി ടേപ്പ്. ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ആകെ 20 റുപ്പീസൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു വാഷി ടേപ്പിനൊക്കെ. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലിപ്സ്, ഇത് വരുന്നില്ലല്ലോ. അല്ലാണ്ട് ഈ ഒരു ക്ലിപ്സ് ഉണ്ടോ, ഈ ഒരു ക്ലിപ്സ് ഇത് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലൊക്കെ വയ്ക്കാനും നമ്മളൊരു ബുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇങ്ങനെ നമുക്ക് ഓരോ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാണിത്. ഇതിന് എത്രയാണ് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത്രയും കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മളിനിയും വാങ്ങിക്കും. ഇത്രയും സാധനങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. പിന്നെ ഞാൻ അവസാനം പറയാം, ഇതിന് എത്ര രൂപയെന്ന് പറയട്ടെ. ഈ 3 എണ്ണത്തിനും കൂടെ വെറും 9 രൂപ ആയിട്ടുള്ളൂ. വെറും 9 റുപ്പീസ്. പിന്നെ ഇതെന്തോത്തിനാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിലൊക്കെ ഗ്ലൂ ഒട്ടിച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാൻ ഇതൊക്കെ ഗുഡാണ് കേസ്. അപ്പം ഈ ക്യാപിറ്റലിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അങ്ങനെ എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ഇതിപ്പോൾ കയറിപ്പോയതാണ്. നമുക്ക് താഴോട്ട് ഇറക്കി വിടാം. അപ്പം ഗൈസ് നമ്മളിന്ന് ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഭയങ്കര തണുപ്പ്. അപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ബൈ.